വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടി ഇനിയിപ്പോൾ തമിഴിലും അടിച്ചുകയറി വരികയാണ് മഞ്ജു വാര്യർ. ദേശീയ സംസ്ഥാന അവാർഡുകളും ഫിലിംഫെയർ അവാർഡുകളും വാരിക്കൂട്ടിയ താരത്തിനെ തേടി തമിഴിൽ നിന്നും തുടരെ സൂപ്പർ താര ചിത്രങ്ങളാണ് വരുന്നത്. ഒരു സാധാരണ ചിട്ടിക്കമ്പനി ജീവനക്കാരനായിരുന്ന മാധവൻ എന്ന സാധു മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരായിരുന്നു മഞ്ജു വാര്യർ. അച്ഛന്റെ വിയർപ്പ് തുള്ളികൾ കോർത്തുണക്കിയുണ്ടാക്കിയതായിരുന്നു എന്റെ ചിലങ്ക എന്ന മഞ്ജു എഴുതിയത് അതുകൊണ്ടായിരുന്നു. പക്ഷേ കത്തി നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയായിപ്പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ. 98-ൽ നടൻ ദിലീപുമായുള്ള പ്രണയവിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നു. അവസാനം അഭിനയിച്ച 6-ാം തമ്പുരാന്റെ സെറ്റിൽ വെച്ചു തന്നെ അവർ ഒളിച്ചോടി. സിനിമ മുടങ്ങുമോ എന്നുവരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു. അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ്, ഒരു സാധാരണ നടൻ മാത്രം. വിവാഹത്തിനു ശേഷം ദിലീപിന്റെ ചില വാക്കുകളും വ്യാപകമായി വിമർശിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് മഞ്ജു വാര്യർ എന്ന നടിയെ മാത്രമല്ല, വ്യക്തിയെയും പിന്നെ പൊതുവേദികളിൽ എവിടെയും കണ്ടില്ല. ഒരു അഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല. നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മയിൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിരുന്നു. തനിക്കും ആ ഗതി ഉണ്ടാകണമെന്ന് മഞ്ജു ആഗ്രഹിച്ചു. ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ പിണക്കം ഉടലെടുത്തതെന്ന് സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നിരുന്നതാണ്. നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിനെ ദിലീപ് എതിർത്തതോടെയാണ് ഇവർ തമ്മിൽ അകൽച്ച രൂക്ഷമായത്. ഒടുവിൽ 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24-നാണ് മഞ്ജു വാര്യർ വീണ്ടും അരങ്ങിലെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രസ്ഥലത്തിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അവർ അന്ന് നൃത്തം ചെയ്തത്. അന്ന് ദിലീപ് ചടങ്ങിന് എത്തിയതുമില്ല. ദിലീപിന് എല്ലാ ഐശ്വര്യം വന്നത് മഞ്ജുവുമായുള്ള വിവാഹത്തിനു ശേഷമാണ്. അയാൾ ചെറിയ വേഷങ്ങളെ പടിപടിയായി ഉയർന്നു വന്നു. അവസാനം മലയാള സിനിമയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി തന്നെ മാറി. 2012-ന് ശേഷം നിരന്തരമായ ഗോസിപ്പുകളാണ് മഞ്ജുവിനെയും ദിലീപിനെയും കുറിച്ച് കേട്ടത്. അവർ വിവാഹമോചിതരായി എന്ന ഇടയ്ക്കിടെ വാർത്തകൾ വരും. ഒരിക്കൽ അവർ ഡിവോഴ്സ് പെറ്റീഷൻ നൽകി കോടതിയിൽ വരുന്ന എന്ന വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആലുവ കോടതിയിൽ ജനം തടിച്ചുകൂടിയിരുന്നു. പക്ഷേ അവസാനം അതുതന്നെ സംഭവിച്ചു. ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞു. മുൻ ഭർത്താവിനെ കുറിച്ച് പരസ്യമായി യാതൊരു കുറ്റവും പറയാതെ അവർ കണ്ണീരോടെ മടങ്ങി. 2014-ൽ വിവാഹമോചനത്തിന് ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരിസരത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് മഞ്ജു തിരിച്ചെത്തിയത്. അതേ വർഷം ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തിരയിലും തിരിച്ചെത്തി. ചിത്രം വലിയ വിജയമായി. ആ സമയത്തൊക്കെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. ഒരു നടിക്ക് വേണ്ടി മലയാള ഇൻഡസ്ട്രി കാത്തിരിക്കുന്നതും ഇതാദ്യമായിരുന്നു. പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി മഞ്ജു മാറി. സിനിമ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, പുറത്തിറങ്ങുന്നവ വിജയിച്ചോ പരാജയപ്പെട്ടോ, ഇക്കാര്യങ്ങളൊന്നും നടി മഞ്ജു വാര്യരുടെ കാര്യം വരുമ്പോൾ മലയാളികൾ ശ്രദ്ധിക്കാറില്ല. വെറുമൊരു സിനിമാ നടി എന്നതിലുമുപരി മലയാളി പ്രേക്ഷകർക്ക് കുടുംബാംഗത്തെ പോലെയാണ് മഞ്ജു വാര്യർ. 3 ജനറേഷൻ മുമ്പുള്ളവർക്ക് പോലും ഇന്നും പ്രിയപ്പെട്ട നായിക ആരെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ എന്നാകും ഉത്തരം. വിവാഹിതയായാൽ നായികമാർ അഭിനയം ഉപേക്ഷിച്ച കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുന്ന ട്രെൻഡായിരുന്ന സമയത്താണ് മഞ്ജു വിവാഹിതയായത്. ട്രെൻഡ് ഫോളോ ചെയ്ത സുഹൃത്തുക്കളായ പാർവതി അടക്കമുള്ള മറ്റ് നടിമാരെ പോലെ മഞ്ജുവും വിവാഹശേഷം 15 വർഷത്തോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. നടിയുടെ ഇടവേള ആരാധകരെ ഏറെ വിഷമിപ്പിച്ച ഒന്നായിരുന്നു. അക്കാലത്ത് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുൻ ഭർത്താവ് ദിലീപ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യവും മഞ്ജു എന്ന് അഭിനയത്തിലേക്ക് തിരിച്ചുവരും എന്നതാണ്. അങ്ങനെ ഒരു തിരിച്ചുവരവ് സംഭവിക്കാൻ തങ്ങൾക്ക് പ്രിയപ്പെട്ട ജോഡി എന്നേക്കുമായി വേർപിരിയേണ്ടി വരുമെന്ന് അന്ന് പ്രേക്ഷകർ കരുതിയിരുന്നില്ല. ദിലീപും മഞ്ജു വാര്യറും വിവാഹമോചിതരാകുന്നുവെന്ന വാർത്ത മലയാളികൾക്ക് ഞെട്ടലുണ്ടാക്കിയ ഒന്നായിരുന്നു. ഇരുവരും വേർപിരിഞ്ഞ ശേഷവും താരങ്ങളുടെ റീയൂണിയൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു. കുടുംബിനിയായിരുന്ന കാലത്ത് മഞ്ജു വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികൾ എത്തിയിരുന്നത്. അന്ന് ക്യാമറ, മൊബൈൽ ഫോൺ എന്നിവ സുലഭമല്ലാതിരുന്നതിനാലും സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാലത്തെ മഞ്ജുവിനെ വളരെ വിരളമായ ഫോട്ടോകൾ മാത്രമേ ഓൺലൈനിൽ ലഭ്യമാകൂ. ഇപ്പോഴത്തെ ദിലീപിന്റെ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു വാര്യരുടെ പഴയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ ജയപ്രകാശ് പയ്യന്നൂരാണ് തന്റെ ശേഖരത്തിലുള്ള മഞ്ജുവിന്റെ ഫോട്ടോകൾ പങ്കുവച്ചിട്ടുള്ളത്. 2005-ൽ ജോഷി സാറിന്റെ സിനിമയുടെ പൂജാ സമയത്തെടുത്ത മഞ്ജു വാര്യരുടെ കുറച്ച് ഫോട്ടോകളെന്നാണ് ജയപ്രകാശ് നൽകിയ ക്യാപ്ഷൻ. ഏത് സിനിമയുടെ സെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ലയൺ അല്ലെങ്കിൽ ജൂലൈ 4, ഇതിൽ ഏതെങ്കിലും ഒരു സിനിമയാകാനാണ് സാധ്യത. യാതൊരു ആഡംബരങ്ങളുമില്ലാത്ത ഒരു തനിനാടൻ ഭാര്യയായിരുന്നു മഞ്ജു അന്ന് എന്നത് ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ്. വീതിയിൽ ഗോൾഡൻ ബോർഡറുള്ള കേരള സാരിയായിരുന്നു മഞ്ജു ധരിച്ചിരുന്നത്. വൈൻ നിറത്തിലുള്ള ഹാഫ് സ്ലീവ് ബ്ലൗസാണ് താരം ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ കരിമണി മാലയും ബ്ലൗസിന് മാച്ചാകുന്ന ഒരു പേളിന്റെ മാലയും അണിഞ്ഞിരുന്നു. പേൾ മാലയുമായി ചേർന്ന കമ്മലും കയ്യിൽ ഫാൻസി വളകളും ധരിച്ചിരുന്നു. നീളൻ മുടി വിടർത്തിയിട്ട് നെറുകയിൽ നിറയെ സിന്ദൂരവും അണിഞ്ഞ് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന മഞ്ജുവാണ് ഫോട്ടോയിലുള്ളത്. ഒരു തരത്തിലുമുള്ള മേക്കപ്പും ഇല്ലാതെ തന്നെ ഫോട്ടോകളിൽ എല്ലാം അതീവ സുന്ദരിയായിരുന്നു താരം.
ഇന്നത്തെ മഞ്ജുവിന്റെ മുഖത്തിന് ഈ നിഷ്കളങ്കമായ ഭാവം ഉണ്ടോ എന്ന് സംശയമാണ്. അനുഭവങ്ങൾ കൊണ്ട് അത് ശക്തമായി മുഖമായി മാറിയെന്നാണ് ജയപ്രകാശ് പകർത്തിയ നടിയുടെ ഫോട്ടോകൾക്ക് വന്ന കമന്റുകൾ. മീനാക്ഷിക്ക് ജന്മം നൽകിയ ശേഷമുള്ള സമയമായിരുന്നതുകൊണ്ട് തന്നെ തടിച്ച ശരീരമായിരുന്നു അന്ന് മഞ്ജുവിന്. സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയതിനു ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രി കൂടിയാണ് മഞ്ജു. 46-ലും മഞ്ജുവിന് 20കളുടെ ചെറുപ്പവും ഫിറ്റ്നസുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത്. 46-ാം വയസ്സിലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയും മഞ്ജുവാണെന്നാണ് സിനിമ ബിസിനസ് മാഗസിനുകൾ പറയുന്നത്. ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ 75 ലക്ഷത്തിനും 1.5 കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത്. 142 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ ആസ്തി. കരിയറിന്റെ പീക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് മഞ്ജു സഹതാരമായ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. പിന്നീട് താരം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മക്കളാണ് മീനാക്ഷി, ദിലീപ്. വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു വാര്യർ വേർപ്പെടുത്തുകയായിരുന്നു. ശേഷം ദിലീപ് ആവട്ടെ കാവ്യമാധവനെ വിവാഹം കഴിച്ചു. മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കോളിവുഡ് സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ അഭിനയിച്ച മഞ്ജുവിന് ആരാധകരും ഏറെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന മഞ്ജു വാര്യർ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത്. എങ്കിലും പൊതുവേദികളിൽ മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. കഴിഞ്ഞ ദിവസം നടന്ന ഫിഫ്ക ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു വാര്യരുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലായിരുന്നു മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത്. ശേഷം അവർ ഡെന്നിസ് ജോസഫ്, ലോഹിതദാസ് എന്നിവരെ കുറിച്ച് മഞ്ജു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾക്ക് നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമാണ്. പക്ഷേ ഒരു കലാകാരി എന്ന നിലയിൽ എന്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്, ചിലത് ശരിയായിട്ടുമുണ്ട്. പ്രവചനാതീതമായ സർഗാത്മകത ഇഴകിച്ചേർന്നതാണ് സിനിമ. അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യമായിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത്. ഡെന്നിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ എന്റെ സിനിമാ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ലോഹിത് സാറിനോടാണ്. എങ്കിലും ഡെന്നിസ് ജോസഫ് സാറിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഒരുപാട് താരങ്ങളുടെ ഗതിമാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് ബഹുമാനമുള്ള ഫിലിം മേക്കേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല മാറ്റങ്ങളുടെ ഭാഗം ആകാനും നല്ല സിനിമകളിലെ ഭാഗമാകാനും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു. ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, അത് മാറ്റങ്ങളെ വെളിച്ചം നിറയ്ക്കട്ടെ എന്നും ഞാൻ ആശ്വസിക്കുന്നു എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്.